നൂറുദ്ദീൻ്റെയും എനീസൽ ജലീസിൻ്റെയും കഥ. ബസ്രയിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം പാവങ്ങളെ അത്യധികം സ്നേഹിച്ചിരുന്നു. പ്രജകളുടെ ക്ഷേമമായിരുന്നു അദ്ദേഹത്തിന് സർവപ്രധാനം. ഒരു കവി വർണ്ണിച്ചിട്ടുള്ളതുപോലെ അദ്ദേഹത്തിന് കുന്തം പേനയും ശത്രുലേഖന പത്രികയും ശത്രുരക്തം മഷിയുമായിരുന്നു. സുലൈമാൻ ഇസൈനിയുടെ മകനായ അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് എന്നായിരുന്നു. അദ്ദേഹത്തിന് 2 മന്ത്രിമാരുണ്ടായിരുന്നു. ഒരാൾ അൽമുയീൻ, മറ്റേയാൾ അൽഫാദിൽ. അൽഫാദിൽ വളരെ ദയാലുവും നീതിമാനുമാകയാൽ അദ്ദേഹത്തെ ജനങ്ങൾ ബഹുമാനിച്ചിരുന്നു. അൽമുയീൻ എല്ലാവരെയും വെറുക്കുന്ന ഒരുവനായിരുന്നു. ആരുടെയും നന്മയെ അയാൾ വകവച്ചിരുന്നില്ല. ഒരു ദിവസം മുഹമ്മദ് രാജാവ് അൽഫാദിലിനോട് കൽപ്പിച്ചു, എനിക്കൊരു അടിമ പെണ്ണിനെ വേണം. സൗന്ദര്യത്തിൽ അവളോട് കിടനിൽക്കത്തക്ക മറ്റൊരു യുവതി ആ പ്രായത്തിൽ ഉണ്ടാവാൻ പാടില്ല. നല്ല സ്വഭാവിയുമായിരിക്കണം. രാജാവ് 10,000 പവനും കൊടുത്തു അങ്ങനെ ഒരുത്തിയെ വാങ്ങിക്കാൻ. കുറേ ദിവസം കഴിഞ്ഞിട്ടും കാര്യം സഫലമായില്ല. ഒരു ദിവസം ഒരാൾ വന്നു പറഞ്ഞു, അങ്ങ് ആവശ്യപ്പെട്ടതുപോലുള്ള ഒരു സ്ത്രീ വന്നിരിക്കുന്നു. എനീസൽ ജല്ലീസ് എന്നാണ് അവളുടെ പേര്. മന്ത്രി അവളെ കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. അവൾ ഒരു മോഹിനി തന്നെയായിരുന്നു. നല്ല ദേഹസൗകുമാര്യം, കറുത്ത പുരികക്കൊടികൾ, മിനുത്ത് മൃദുലമായ കവിൾത്തടം, നനുത്ത അരക്കെട്ട്. അവളുടെ ചുണ്ടിൽ തേൻ കിനിയുന്നതായി തോന്നുമായിരുന്നു. തോട്ടത്തിലെ പൂക്കളിൽ കൂടി കടന്നു പോകുന്ന കാറ്റിനേക്കാൾ മൃദുവായിരുന്നു അവളുടെ ഭാഷണം. അവൾ കടാക്ഷിച്ചാൽ വീഞ്ഞു കുടിക്കുന്ന ലഹരി കിട്ടും. മന്ത്രി ചോദിച്ചു, ഇവൾക്ക് എന്ത് വില നൽകണം? ദല്ലാൽ പറഞ്ഞു, 10,000 പവനിൽ കുറയ്ക്കാൻ വയ്യ. അവൾ തിന്ന കോഴിക്കുഞ്ഞുങ്ങളുടെ വില നോക്കിയാൽ അതിലും കൂടും. അവളുടെ വസ്ത്രങ്ങളുടെ വിലയോ? അവളുടെ അധ്യാപകർക്ക് നൽകിയ പ്രതിഫലമോ? അവൾ പണ്ഡിതയാണ്. വ്യാകരണവും നിയമവും അവൾക്ക് കടുകട്ടിയാണ്. സകല സംഗീതോപകരണങ്ങളും വിദഗ്ധമായി ഉപയോഗിക്കാൻ അവൾക്കറിയാം. ദല്ലാൽ അവളുടെ ഉടമസ്ഥനെ കൂട്ടിക്കൊണ്ടുവന്നു. അയാളൊരു വിദേശിയായിരുന്നു. 10,000 പവൻ വാങ്ങി അയാൾ അവളെ വിട്ടുകൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സുൽത്താന് ഇവളെ കാഴ്ചവെക്കാൻ വരട്ടെ. നാട് മാറിയത് കൊണ്ട് ഇവൾക്ക് കുറച്ച് അസുഖമുണ്ട്. 10 ദിവസം ഇവളെ ഇവിടെ വിശ്രമിപ്പിച്ചിട്ട് പിന്നീട് നല്ല വിലപിടിച്ച വസ്ത്രങ്ങൾ ധരിപ്പിച്ച് സുൽത്താന് കാഴ്ചവെക്കൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ ഭാഗ്യവാന്മാരാകും. മന്ത്രി അതനുസരിച്ച് അവൾക്ക് ഒരു മുറി ഒഴിച്ചു കൊടുത്തു. അൽഫാദിലിന് അതിസുന്ദരനായ ഒരു മകനുണ്ടായിരുന്നു. പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിച്ചിരുന്ന ആ മകനെ അൽഫാദിലിന് പേടിയായിരുന്നു. അവൻ ഏതു പെൺകുട്ടിയെ കണ്ടാലും വശീകരിക്കും. അതുകൊണ്ട് അവളോട് പുറത്തു വരാതെ മകൻ കാണാതെ മുറിയിൽ കഴിയണമെന്ന് മന്ത്രി പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു. ഒരു ദിവസം കുളി കഴിഞ്ഞ് വന്ന അവളെ വേലക്കാരികൾ ചമയിച്ചൊരുക്കി. അവൾ മന്ത്രിയുടെ ഭാര്യയുടെ സമീപത്ത് ചെന്ന് അവരുടെ കൈ പിടിച്ച് ചുംബിച്ചു. മന്ത്രിയുടെ ഭാര്യ അവളെ ഒരു രഹസ്യമുറിയിലിരുത്തി. കാവലിന് 2 ദാസികളെയും നിർത്തി കുളിക്കാൻ പോയി. അപ്പോഴാണ് മന്ത്രികുമാരൻ ആലി നൂറുദ്ദീൻ അമ്മയെ അന്വേഷിച്ച് അവിടെ എത്തിയത്. അമ്മ കുളിമുറിയിലാണെന്ന് ദാസികൾ പറഞ്ഞു. ശബ്ദം കേട്ട് എനീസൽ ജല്ലീസ് ആലി നൂറുദ്ദീനെ കാണാനുള്ള ആശയാൽ എത്തിനോക്കി. 2 പേരും പരസ്പരം കണ്ടു മോഹിതരായി. നൂറുദ്ദീൻ ദാസിമാരെ അടിച്ചോടിച്ച് അവളുടെ മുറിയിൽ കയറി. നിന്നെയാണല്ലോ പിതാവ് എനിക്ക് വേണ്ടി വാങ്ങിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവളെ കെട്ടിപ്പുണർന്ന് ചുംബിച്ചു. അപ്പോഴേക്കും ദാസിമാർ മന്ത്രിയുടെ ഭാര്യയെ വിളിച്ചു. അത് കേട്ട് പേടിച്ച് നൂറുദ്ദീൻ ഓടിപ്പോയി മന്ത്രിപത്നി എനീസൽ ജലീസിനോട് ചോദിച്ച് നടന്നതെല്ലാം മനസ്സിലാക്കി. ഭർത്താവ് അറിഞ്ഞാൽ മകൻ്റെ കഥ കഴിയും. മന്ത്രിപത്നിക്ക് ഭയം തോന്നി. അതിനിടയിൽ വിവരമറിഞ്ഞ മന്ത്രി തലക്കിട്ട് തല്ലി കരയാൻ തുടങ്ങി. അൽമുയീൻ അൽഫാദിലിൻ്റെ ശത്രുവാണ്. അയാളിതറിഞ്ഞാൽ തൻ്റെ കഥ കഴിയുമല്ലോ എന്നോർത്താണ് മന്ത്രി കരഞ്ഞത്. പുത്രൻ സുന്ദരനായതുകൊണ്ട് അയാൾക്കിണങ്ങുന്ന
അവളെ ഇവിടെ കരുതിക്കൂട്ടി താമസിപ്പിച്ചതാണെന്നെല്ലാം പൊടിപ്പും തൊങ്ങലും ചേർത്ത് രാജാവിനെ ധരിപ്പിക്കും. പിന്നെ സത്യസന്ധനും നീതിമാനുമായ താൻ എങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കും? രാജാവിതറിഞ്ഞാൽ കൊല്ലും. മന്ത്രിയുടെ ഭാര്യ വിവശനായ ഭർത്താവിനെ സംഗതി ആരും അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. നൂറുദ്ദീൻ പേടിച്ച് പിതാവിനെ കാണാതെ കുറേ ദിവസം കഴിച്ചുകൂട്ടി. ഒരു ദിവസം മന്ത്രിയോട് പത്നി പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ തുടർന്നാൽ അവൻ നാട് വിട്ടുപോകും. അവളെ അവന് കൊടുക്കൂ. അവർ പരസ്പരം അനുരക്തരാണ്. അവളുടെ വില ഞാൻ നിങ്ങൾക്ക് തരാം. അന്ന് രാത്രി മന്ത്രി മകൻ്റെ വരവ് കാത്തിരുന്നു. കണ്ട ഉടനെ കൊല്ലാനാണ് തോന്നിയത്. എന്നാലും മകനല്ലേ, അതിലും വലുതല്ലല്ലോ സ്വത്തും അഭിമാനവും. എന്തും വരട്ടെ എന്ന് കരുതി അവളെ അവന് വിവാഹം ചെയ്തു കൊടുത്തു. പക്ഷേ ഒരു കരാറുണ്ടായിരുന്നു, അവളെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു. രാജാവ് അടിമപ്പെണ്ണിൻ്റെ കാര്യം മറന്നു. പക്ഷേ അൽമുയീൻ എല്ലാം അറിഞ്ഞിരുന്നു. അൽഫാദിലിനെ രാജാവിന് വലിയ മതിപ്പായിരുന്നത് കൊണ്ട് അൽമുയീൻ ഒന്നും മിണ്ടാതെ അവസരം കാത്തിരുന്നു. ഒരു കൊല്ലം കഴിഞ്ഞു. അൽഫാദിൽ രോഗബാധിതനായി കിടപ്പായി. രോഗം മൂർച്ഛിച്ചു. നൂറുദ്ദീനെ വിളിച്ച് ആ പിതാവ് ഉപദേശങ്ങൾ കൊടുത്തു. എനീസൽ ജല്ലീസിനോട് ദയയോടെ പെരുമാറണമെന്ന് പ്രത്യേകം പറഞ്ഞു. മന്ത്രി പിന്നെ അധിക ദിവസം കിടന്നില്ല. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത കേട്ട് ജനങ്ങൾ കരഞ്ഞു. ശവസംസ്കാര കർമ്മം കേമമായി നടത്തി. അൽമുയീനും പങ്കെടുത്തിരുന്നു. പിതാവിൻ്റെ മരണം നൂറുദ്ദീനെ ദുഃഖത്തിലാഴ്ത്തി. ഒരു ദിവസം ഒരാൾ വന്ന് നൂറുദ്ദീനോട് പറഞ്ഞു, ഞാൻ അച്ഛൻ്റെ ഒരു ഉത്തമ സുഹൃത്താണ്. നീ എനിക്കറിയാതെ സന്തോഷകരമായ ജീവിതം നയിക്കൂ. ക്രമേണ നൂറുദ്ദീൻ്റെ ദുഃഖം മാഞ്ഞുപോയി. അയാൾ മറ്റുള്ളവരുമായി കൂട്ടുകൂടി കണ്ടമാനം പണം ചെലവ് ചെയ്യാൻ തുടങ്ങി. വേലക്കാരും കാര്യസ്ഥന്മാരും മറ്റും ഉപദേശിച്ചിട്ടും നൂറുദ്ദീൻ തൻ്റെ ധൃതി നിർത്തിയില്ല. ആരെന്ത് ചോദിച്ചാലും അത് കൊടുക്കും. അങ്ങനെ എല്ലാം നശിച്ചു തുടങ്ങി. ആ അടിമ പെൺകുട്ടിയും പറഞ്ഞു, ഒടുവിലങ്ങ് ഒറ്റയാകും. ആര് ചെവിക്കൊള്ളാൻ? നൂറുദ്ദീൻ്റെ കയ്യിലെ പണം തീർന്നപ്പോൾ കൂട്ടുകാരെല്ലാം പിരിഞ്ഞു. അയാൾ ഏകനായി. ഗതിയില്ലാതായ അവൻ കൂട്ടുകാരെ സമീപിച്ചു. പക്ഷേ ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല. അവസാനം എല്ലാ വഴിയും മുട്ടിയപ്പോൾ ജല്ലീസ് പറഞ്ഞു, എന്നെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കൂ. ദൈവാധീനമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അവന് അത് തീരെ സമ്മതമല്ലായിരുന്നു. എങ്കിലും മനസ്സില്ലാ മനസ്സോടെ അവൻ അവളെ ചന്തയിൽ കൊണ്ടുപോയി. അവളെ കൊടുത്ത ദല്ലാളും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വിൽപ്പന ചരക്കുകളായ അടിമപ്പെണ്ണുങ്ങളുടെ തിരക്കായിരുന്നു ചന്തയിൽ. അബിസീനിയക്കാർ, തുർക്കിക്കാർ, ഗ്രീക്കുകാർ, അങ്ങനെ പല രാജ്യക്കാരായ അടിമകൾ. സൗന്ദര്യം കൊണ്ട് കൂടുതൽ തിളങ്ങിയിരുന്ന എനീസൽ ജല്ലീസിനെ 4500 പവന് ഒരാൾ ലേലം വിളിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് അൽമുയീൻ അവിടെ ഉണ്ടായിരുന്നു. അയാൾ ദല്ലാളെ വിളിച്ച് കൂടുതൽ പണം നൽകി അവളെ കച്ചവടമാക്കി. 500 പവൻ ദല്ലാളിന് കൊടുത്തു. അവളെ വാങ്ങണമെന്ന് മോഹിച്ച് നിന്നവരാരും അൽമുയീനെ പേടിച്ച് ഒന്നും മിണ്ടിയില്ല. ദല്ലാളിന് അൽമുയീൻ്റെ കൗശലം നന്നായി അറിയാമായിരുന്നു. അയാൾ നൂറുദ്ദീനോട് രഹസ്യമായി പറഞ്ഞു, ഇയാൾക്ക് വിറ്റാൽ നിനക്ക് നാശമേ ഉണ്ടാവൂ, നിന്റെ പൈസ പോലും കിട്ടില്ല. ദല്ലാൾ ഒരു ഉപായം നിർദ്ദേശിച്ചു. ഒന്നും അറിയാത്ത പോലെ നൂറുദ്ദീൻ അവളുടെ ചെകിട്ടത്തടിക്കണം. നിന്നോട് ആര് പറഞ്ഞു ചന്തയിൽ വരാൻ എന്ന് ചോദിച്ചുകൊണ്ട്. നൂറുദ്ദീൻ അപ്രകാരം ചെയ്തു. അവളെ കൊണ്ടുപോകാനായി പിടിച്ചു വലിച്ചു. മന്ത്രി വക്കാണത്തിനെത്തി. 2 പേരും കൂടി കശപിശയായി. ഒരാൾ മന്ത്രി, മറ്റവൻ മന്ത്രിയുടെ മകൻ. ഇവരുടെ കാര്യത്തിൽ ഇടപെട്ടാൽ നാം വിഡ്ഢികളാകും എന്ന് പറഞ്ഞ് എല്ലാവരും പിന്മാറി. നൂറുദ്ദീൻ മന്ത്രിയെ അടിച്ചു വീഴ്ത്തി പെണ്ണിനെയും കൊണ്ട് സ്ഥലം വിട്ടു. മന്ത്രിയുടെ വസ്ത്രമാകെ ചോരയിൽ കുതിർന്ന് മണ്ണ് പുരണ്ട് ചീത്തയായി. അയാൾ ഒരു പായ്ക്കഷ്ണമെടുത്തു, കഴുത്തിൽ കെട്ടി സുൽത്താൻ്റെ രാജധാനിയുടെ കീഴെ വന്ന് നിലവിളിച്ചു. സുൽത്താന് മന്ത്രിയുടെ നില കണ്ട് വ്യസനം തോന്നി. ആരാണ് ഈ പണി ചെയ്തത് എന്നായി അദ്ദേഹം. മന്ത്രി പറഞ്ഞു, ഞാൻ ഇന്ന് ചന്തയിൽ പോയതാണ്. അവിടെ അടിമ പെൺകൊടികളുടെ ഇടയിൽ അങ്ങേക്ക് വേണ്ടി നൂറുദ്ദീൻ്റെ പിതാവ് 10,000 പവൻ കൊടുത്ത് വാങ്ങിയിരുന്ന അടിമ പെണ്ണുണ്ടായിരുന്നു.
അവളുടെ സൗന്ദര്യം കണ്ട് മുഗ്ധനായ മന്ത്രി തൻ്റെ മകന് അവളെ വിവാഹം ചെയ്തു കൊടുത്തതാണ്. പിന്നീട് മന്ത്രി മരിച്ചു. മുടിയനായ ആ പുത്രൻ എല്ലാം നശിപ്പിച്ചു. അവൻ അവസാനം അവളെ വിൽക്കാനായി കൊണ്ടുവന്നു. ഞാൻ 4500 പവന് അവളെ ലേലം വിളിച്ചു. ഉടനെ നൂറുദ്ദീൻ എൻ്റെ നേരെ ചാടി, എടാ നെറികെട്ടവനെ, നിനക്ക് ഞാനിവളെ തരില്ല. ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും കൊടുത്താലും. ഞാൻ അവനോട് കേണു പറഞ്ഞു, ഇവളെ സുൽത്താന് കൊടുക്കാനാണ്, വിട്ടു തരണമെന്ന്. അവൻ ഉടനെ ക്രുദ്ധനായി എന്നെ കുതിരപ്പുറത്തു നിന്ന് താഴെ വലിച്ചിട്ട് തല്ലി. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. അങ്ങേക്ക് വേണ്ടിയാണ് അവളെ ആവശ്യപ്പെട്ടത്. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ നമുക്ക് ഹിയർ ദ സ്റ്റോറിയിൽ കേൾക്കാം.